കഴിഞ്ഞ ദിവസമായിരുന്നു നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെയും ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയങ്ങളെയും രാഹുൽ ഗാന്ധി കണക്കിന് കളിയാക്കിയത്. വിദേശ രാജ്യങ്ങളിൽ പോയി ലോക നേതാക്കളെ കാണുമ്പോൾ മോദി കെട്ടിപ്പിടിക്കുന്ന ആ പ്രകടനമുണ്ടല്ലോ, അതിനെ തമാശ രൂപേണ വേദിയിൽ വെച്ച് സന്ദീപ് ദീക്ഷിതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാഹുൽ അനുകരിച്ചു കാണിക്കുകയുണ്ടായി. അതിനിടെ ദീക്ഷിത് തമാശയായി ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്നെ മെലോണിയായി തെറ്റിദ്ധരിച്ചില്ലല്ലോ എന്ന്. ഞാൻ ഇതുവരെ ആ നിലയിൽ എത്തിയിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി മറുപടി പറയുകയുണ്ടായി. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ രാഷ്ട്രീയ പരിഹാസം ബി.ജെ.പിയെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. വൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ബി.ജെ.പി നേതാക്കളിൽ പ്രധാനിയായ ബി.ജെ.പി എം.പി നിഷികാന്ത് ദുബെ വിഷയത്തിലേക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ പഴയ ചിത്രങ്ങൾ വലിച്ചിഴച്ച് രംഗത്തെത്തിയതോടെ തർക്കം കടുത്തു. തന്റെ ലൈബ്രറിയിലുള്ള നെഹ്റു ഗാന്ധി കുടുംബത്തെക്കുറിച്ചുള്ള പുസ്തകത്തിലെ ചിത്രങ്ങളാണെന്ന് അവകാശപ്പെട്ടാണ് ദുബെ നെഹ്റുവിന്റെ പഴയ ചിത്രങ്ങൾ എക്സിലൂടെ പങ്കുവച്ചത്. നെഹ്റു അദ്ദേഹത്തിന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ്, സഹോദരി പുത്രി നയൻതാര സെഹ്ഗാൾ, മുൻ US പ്രഥമ വനിത ജാക്ലിൻ കെന്നഡി എന്നിവർക്കൊപ്പമുള്ള നിമിഷങ്ങളാണ് ദുബെ പോസ്റ്റ് ചെയ്തത്. നേരിട്ട് അസഭ്യം പറഞ്ഞില്ലെങ്കിൽ പോലും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന കുടുംബ ചിത്രങ്ങളെ മോശം അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനാണ് ബി.ജെ.പി എം.പി ശ്രമിച്ചതെന്ന് സാധാരണക്കാർക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒന്നായിരുന്നു. എന്നാൽ ബി.ജെ.പിയുടെ ഈ വ്യക്തിഹത്യാ ശ്രമങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് വിട്ടുകൊടുത്തില്ല. നിഷികാന്ത് ദുബെയുടെ ദുരുദ്ദേശപരമായ ആരോപണങ്ങളുടെ മുന തന്നെ ഒടിച്ചു കളയുന്ന മറുപടിയാണ് കോൺഗ്രസ് നൽകിയത്. മുൻ സന്ദർഭങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും തികച്ചും തെറ്റായി വ്യാഖ്യാനിച്ച് അപ്രചരണം നടത്താനാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ശക്തമായി തിരിച്ചടിച്ചു. ഒരു കുടുംബത്തിലെ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളെയും ചരിത്രപരമായ നിമിഷങ്ങളെയും ക്രൂരമായി ചിത്രീകരിക്കുന്നതിനെ കോൺഗ്രസ് വക്താവ് സുപ്രിയ സിനാദെ രൂക്ഷമായി വിമർശിച്ചു. ദുബെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലൊന്ന് നെഹ്റുവിന് സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് നൽകുന്ന സ്നേഹപ്രകടനമാണെന്നും മറ്റൊന്ന് സഹോദരി പുത്രി നയൻതാര സെഹ്ഗാളിനൊപ്പമുള്ളതാണെന്നും മൂന്നാമത്തേത് 1962 മാർച്ചിൽ ജാക്ലിൻ കെന്നഡിയുടെ മുഖത്ത് നെഹ്റു ഹോളി നിറങ്ങൾ ചാർത്തുന്ന ചിത്രമാണെന്നും വസ്തുതകൾ നിരത്തി സുപ്രിയ വ്യക്തമാക്കി. നിഷികാന്ത് ദുബെയുടെ ഈ മനസ്ഥിതിയെ വികൃതമാണെന്ന് അവർ വിശേഷിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുമ്പോൾ കേവലം സൈബർ ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് താഴ്ന്ന അവസ്ഥയാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളത്. രാഷ്ട്രീയ എതിരാളികളുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുമ്പോൾ കുടുംബ ബന്ധങ്ങളെ പോലും മറ്റൊരു കണ്ണിലൂടെ ചിത്രീകരിച്ച് ആത്മരതി അടയുന്ന ബി.ജെ.പിയുടെ ഈ ശൈലി കേവലം രാഷ്ട്രീയം തരംതാഴലല്ല, മറിച്ച് തികഞ്ഞ സംസ്കാര ശൂന്യതയാണ്. സ്വന്തം പരാജയങ്ങളും നയതന്ത്ര പൊള്ളത്തരങ്ങളും മറച്ചുവെക്കാൻ മുൻ പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സ്ത്രീകളുടെയും ഓർമ്മകളെ ചെളിവാരിയെറിയുന്ന ബി.ജെ.പി നേതാക്കളുടെ ഈ വികൃത മനസ്ഥിതി ഇന്ത്യൻ സംസ്കാരത്തിന് തന്നെ വൻ നാണക്കേടാണ്. ചരിത്രത്തെ വളച്ചൊടിച്ചും കുടുംബ ചിത്രങ്ങളെ അശ്ലീലവൽക്കരിച്ചും സത്യത്തെ മൂടിവെക്കാമെന്ന് കരുതുന്ന ബി.ജെ.പിയുടെ അളിഞ്ഞ രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ വലിപ്പമല്ല, മറിച്ച് കേവലം രാഷ്ട്രീയ പാപ്പരത്തെയും സങ്കുചിതമായ ചിന്തയുമാണ് പുറത്തുകാട്ടുന്നത്.